അഭിമാനവും സൂക്ഷിക്കുവാൻ ചെലവാക്കലും ധർമ്മത്തിലായി എണ്ണപ്പെടുന്നു. ഹദീസിലും നെരിയാണി താഴെ ധരിച്ച് തുണിയെന്നാലത് നരകത്തിലാണെന്ന ഹദീസിൽ വന്നത്. അതുപോലെ താഴെ വരിച്ചിഴച്ചാൽ പിന്നെ റബ്ബിൻ്റെ തിരുനോട്ടം ഒഴിച്ചതു തന്നെ. നിസ്കാരത്തിൽ ഇതുപോലെ താഴ്ത്തിയുടുത്തവൻ അമലൊക്കെയും മഖ്ബൂലിലല്ല. പിന്നവൻ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തർഗീബ് വത്തർഹീബ് 3-ൽ വന്നതാ. രണ്ടാമതായി ചൂടാക്കിയാൽ ഒരു ഭക്ഷണം അത് ഫാസിദാണെന്നുള്ള നിയമം ഓർക്കണം. മുസ്തദറക്കിൽ ഇത് നോക്കിയാൽ കാണുന്നതാ. 155-1-ൽ വന്നതാ. നബി ഹദ്റത്തിൽ ഒരു വ്യക്തി വന്നൊരു ദിവസവും നജറാനിലെന്നറിയുന്നു തൻ്റെ സ്വദേശവും. സ്വർണത്തിനാൽ ഒരു മോതിരം കിടപ്പുണ്ട്. മുഖവും തിരിച്ചുടൻ തന്നെ നബി അതു കണ്ട്. തീക്കട്ടയാണിത്, നരകമിൽ നിന്നുള്ളതാ. അത് വിരലിലിട്ടെൻ്റെ അടുക്കൽ വന്നിതാ എന്നാണ് നബി അപ്പോൾ പറഞ്ഞതുമെന്ന് നസായി റിപ്പോർട്ടുള്ളതായി തെളിയുന്നേ. പൊന്നിൻ്റെ മാല കഴുത്തിൽ ഇന്നൊരു ഫാഷന. ഒരു മോതിരവും അവനുണ്ട് എങ്കിൽ കേമന. ഇരുമോതിരം ഉണ്ടെന്നു വന്നാൽ മാന്യന. സുഹൃത്തുക്കളെ, ദീനിൻ്റെ മുമ്പിൽ ഹീനന. സ്വർണം ഹലാല, കുട്ടി ആണാണെങ്കിലും ഇസ്രാഫ് പാടില്ലാത്തതാ നിയമത്തിലും. ഫത്ഹുൽ മുഈൻ നീ നോക്കിയാൽ കാണുന്നതാ. അതിനും സകാത്തില്ലാത്തതായി പറയുന്നതാ. പുരുഷന് സ്വർണത്തിൻ്റെ മൂക്കും പല്ലും ഉണ്ടാക്കി വെക്കൽ ജായിസ, വിരൽ തെല്ലും. പൊന്നിൻ്റെ മൂക്കുണ്ടാക്കി വെച്ചോ എന്ന് നബി അർഫജത്തിന് നൽകി കൽപ്പനയെന്ന്. തുർമുദി, നസായി 2-ലും ഇത് വന്നതാ. കൂടാതെ അബൂ ദാവൂദിലും വിവരിച്ചതാ. ഉറങ്ങല്ല പെണ്ണെ നീ മലർന്ന് കിടന്നതായി കണ്ടാൽ ഉണർത്തൽ കണ്ടവർക്കോ സുന്നത്തായി. ഉറങ്ങുന്നുദിക്കും മുമ്പ് ഫജ്റിന് ശേഷവും ഉണർത്തേണ്ടതും സുന്നത്ത് എന്ന നിയമവും. അവൻ സുബ്ഹി നിസ്കരിച്ചെങ്കിലും ഉണർത്തേണ്ടതാ. തത്സമയമുള്ളുറക്കം കറാഹത്തുള്ളതാ. വിശിഷ്യ പണ്ഡിതനുള്ളുറക്കം കൊണ്ട് അർദ്ധട്ടഹാസം ഇട്ടിടും എന്നുണ്ട്. ചില ഭക്ഷണം കഴിച്ചിട്ട് കൈ ഒട്ടാകെയും ഗ്യാസുള്ളതായി അറിഞ്ഞാൽ ഉണർത്തണം അവനെയും. മണം കേട്ട് ശൈത്താൻ വന്നടുത്താൽ ശല്യമാ. കൂടാതെ പലതും വന്നു ചേരാൻ സാധ്യമാ. ഈ ആനത്തിൽ നീ നോക്ക് 1-ൽ വ്യക്തമാ. 113 പേജും കൃത്യമാ. അറിവിൻ്റെ ബാബുകൾ റബ്ബന തുറന്നിട്ടുതാ. അറിയുന്നതും അമൽ ചെയ്യുവാൻ തൗഫീഖ് താ.